ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വിവാദാസ്പദവും അതേസമയം തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ പോരാട്ട വീര്യത്തിന്റെ പ്രതീകവുമായ സ്ത്രീയാണ് ഫൂലൻ ദേവി. ബാൻഡിറ്റ് ക്യൂൻ അഥവാ കൊള്ളക്കാരുടെ രാജ്ഞി എന്ന പേരിൽ ലോകമറിയപ്പെടുന്ന അവരുടെ ജീവിതം കേവലം ഒരു കുറ്റവാളിയുടേതോ കൊള്ളക്കാരിയുടേതോ ആയിരുന്നില്ല. മറിച്ച് ജാതീയമായ അടിച്ചമർത്തലുകൾക്കെതിരെയും കടുത്ത പുരുഷാധിപത്യത്തിനെതിരെയും ദാരിദ്ര്യത്തോടും പൊരുതി ജീവിച്ച ഒരു സാധാരണ സ്ത്രീയുടെ അതിജീവനത്തിന്റെ കഥയാണ്. 1963 ഓഗസ്റ്റ് 10 ഉത്തർപ്രദേശിലെ ജലൗൺ ജില്ലയിലുള്ള ഗോർഹാക്ക പൂർവ എന്ന ഉൾനാടൻ ഗ്രാമത്തിലാണ് ഫൂലൻ ദേവി ജനിച്ചത്. പിന്നാക്ക ജാതിയായ മല്ല സമുദായത്തിലാണ് അവർ ജനിച്ചു വീണത്. പിതാവ് ദേവിദിൻ കേവതും മാതാവ് മൂലയും കടുത്ത ദാരിദ്ര്യത്തിലാണ് കുടുംബം പുലർത്തിയിരുന്നത്. 4 സഹോദരിമാരും ഒരു സഹോദരനും അടങ്ങുന്നതായിരുന്നു ഫൂലന്റെ കുടുംബം. ദാരിദ്ര്യത്തോടൊപ്പം തന്നെ ജാതീയമായ അവഗണനയും അവർക്ക് നേരിടേണ്ടി വന്നു. ഉയർന്ന ജാതിക്കാരായ ഭൂപ്രഭുക്കന്മാരുടെ ക്രൂരതകൾക്കും ചൂഷണങ്ങൾക്കും ആ ഗ്രാമത്തിലെ താഴ്ന്ന ജാതിക്കാർ ഇരയായിരുന്നു. ഫൂലൻ ദേവിയുടെ കുട്ടിക്കാലം സന്തോഷം നിറഞ്ഞതായിരുന്നില്ല. വിശപ്പും അവഗണനയും മാത്രമായിരുന്നു ആ കുഞ്ഞു നാളുകളിൽ അവർ കണ്ടത്. ഫൂലൻ ദേവിക്ക് കേവലം 10 വയസ്സുള്ളപ്പോൾ തന്നെ അനീതിക്കെതിരെ പ്രതികരിക്കാനുള്ള ആർജവം അവർ കാണിച്ചിരുന്നു. ഫൂലന്റെ പിതാവിന്റെ കുടുംബസ്വത്തായ കൃഷിഭൂമി വലിയപ്പനായ ബിഹാരിലാലും മകൻ മായാദിനും ചേർന്ന് ഗ്രാമത്തലവനെ സ്വാധീനിച്ച് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. ഇതിനെതിരെ 10 വയസ്സുകാരിയായ ഫൂലൻ ശക്തമായി പ്രതിഷേധിച്ചു. ആ തർക്കഭൂമിയിലെ വിളവുകൾ വെട്ടിയെടുക്കാൻ ശ്രമിച്ച മായാദീദിനെതിരെ ഫൂലൻ നിലത്ത് കിടന്ന് സമരം ചെയ്യുകയും ഒടുവിൽ മായാദീന്റെ മർദ്ദനമേറ്റ് ബോധരഹിതയാവുകയും ചെയ്തു. ഈ സംഭവത്തോടെ ഫൂലൻ ഒരു ശല്യക്കാരിയാണെന്ന് വരുത്തി തീർക്കാൻ ജാതി പ്രമാണിമാർ ശ്രമിച്ചു. തുടർന്ന് അവരെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനായി കേവലം 11-ാം വയസ്സിൽ പ്രായപൂർത്തിയാകാത്ത ഫൂലനെ അവരെക്കാൾ 30ഓളം വയസ്സ് പ്രായക്കൂടുതലുള്ള പുട്ടിലാൽ എന്ന കർഷകന് വിവാഹം കഴിപ്പിച്ചു നൽകി. ഒരു പശുവിനും സൈക്കിളിനും പകരമായാണ് ആ കുഞ്ഞിനെ വിറ്റത്. ഭർത്താവിൻ്റെ വീട്ടിൽ ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്കും ശാരീരിക മർദ്ദനങ്ങൾക്കുമാണ് ഫൂലൻ ഇരയായത്. മൃഗങ്ങളെപ്പോലെയാണ് അയാൾ ആ പെൺകുട്ടിയോട് പെരുമാറിയത്. ശാരീരികമായും മാനസികമായും തകർന്ന ഫൂലൻ അവിടെ നിന്നോടി രക്ഷപ്പെട്ട് സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയെങ്കിലും സമൂഹം അവരെ ഒരു ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയായി കണ്ട് മാറ്റി നിർത്തി. സ്വന്തം ഗ്രാമത്തിൽ തിരിച്ചെത്തിയ ഫൂലനെ സമാധാനത്തോടെ ജീവിക്കാൻ ഉയർന്ന ജാതിക്കാർ അനുവദിച്ചില്ല. വ്യാജ മോഷണ കുറ്റങ്ങൾ ആരോപിച്ച് അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലോക്കപ്പിൽ വെച്ച് പോലീസുകാരിൽ നിന്നും ക്രൂരമായ ശാരീരിക ലൈംഗിക പീഡനങ്ങൾ ഫൂലന് നേരിടേണ്ടി വന്നു. ജയിലും പോലീസും നൽകിയ മുറിവുകളുമായി പുറത്തിറങ്ങിയ ഫൂലനെ പിന്നീട് കാത്തിരുന്നത് മറ്റൊരു ദുരന്തമായിരുന്നു. 1979 ബാബു ഗുജ്ജർ എന്ന ക്രൂരനായ കൊള്ളത്തലവന്റെ നേതൃത്വത്തിലുള്ള സംഘം ഫൂലനെ ഗ്രാമത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. ചമ്പൽ കാടുകളിലെ ആ കൊള്ളസംഘത്തിൽ വെച്ചും ഫൂലൻ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടു. എന്നാൽ ആ സംഘത്തിലെ രണ്ടാമനായിരുന്ന വിക്രം മല്ല എന്ന യുവാവ് ഫൂലന്റെ അവസ്ഥയിൽ സഹതാപം പ്രകടിപ്പിക്കുകയും ബാബു ഗുജ്ജറിന്റെ ക്രൂരതകളെ എതിർക്കുകയും ചെയ്തു. ഒടുവിൽ ഫൂലനെ രക്ഷിക്കാനായി വിക്രം മല്ല ബാബു ഗുജ്ജറിനെ വധിക്കുകയും ആ സംഘത്തിന്റെ തലവനാവുകയും ചെയ്തു. വിക്രം മല്ലയിൽ നിന്നാണ് ഫൂലൻ ജീവിതത്തിൽ ആദ്യമായി സ്നേഹവും ബഹുമാനവും അനുഭവിച്ചറിഞ്ഞത്. വിക്രം ഫൂലന് തോക്കുകൾ ഉപയോഗിക്കാനും കുതിരസവാരി ചെയ്യാനുമുള്ള പരിശീലനം നൽകി. അവർ പരസ്പരം പ്രണയത്തിലാവുകയും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. വിക്രം മല്ലയോടൊപ്പം ചേർന്ന് ഫൂലൻ സമ്പന്നരായ ഉയർന്ന ജാതിക്കാരെ കൊള്ളയടിക്കുകയും ആ പണം പാവപ്പെട്ട താഴ്ന്ന ജാതിക്കാർക്ക് വീതിച്ചു നൽകുകയും ചെയ്തു. അതോടെ പാവപ്പെട്ടവർ ഫൂലനെ ദസ്യു സുന്ദരി എന്നും ദുർഗാദേവിയുടെ അവതാരമെന്നും വിളിച്ച് ആരാധിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സന്തോഷം അധികനാൾ നീണ്ടു നിന്നില്ല. കൊള്ളസംഘത്തിൽ ഉയർന്ന ജാതിക്കാരായ ശ്രീറാം സിംഗും ലാലാറാം സിംഗും തിരിച്ചെത്തിയതോടെ ജാതീയമായ തർക്കങ്ങൾ ഉടലെടുത്തു. അവർ വിക്രം മല്ലയെ ചതിയിൽ വെടിവെച്ചു കൊന്നു. വിക്രമിന്റെ മരണത്തോടെ ഫൂലൻ വീണ്ടും അനാഥയായി. ശ്രീറാമും സംഘവും ഫൂലനെ തടവിലാക്കി ബമ്മായി എന്ന ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ചെറിയ മുറിയിൽ പൂട്ടിയിട്ട് 3 ആഴ്ചയോളം താക്കൂർ സമുദായത്തിൽപ്പെട്ട നിരവധി പുരുഷന്മാർ അവരെ ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്തു. ഈ ക്രൂരത അവിടെയും തീർന്നില്ല. ഗ്രാമവാസികളുടെ മുഴുവൻ മുന്നിൽ വെച്ച് പൂർണ്ണ നഗ്നയാക്കി കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ അവർ ഫൂലനെ നിർബന്ധിച്ചു. ഒരു സ്ത്രീക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള അപമാനവും ത്യാഗവും വേദനയുമാണ് അവർ അവിടെ അനുഭവിച്ചത്.
അവിടെ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ട ഫൂലൻ മനസ്സിനെ പ്രതികാരാഗ്നിയാൽ ജ്വലിപ്പിച്ചു നിർത്തി. അവർ സ്വന്തമായി ഒരു പുതിയ കൊള്ളസംഘം രൂപീകരിച്ചു. 1981 ഫെബ്രുവരി 14 ഫൂലനും സംഘവും ബമ്മായി ഗ്രാമം വളഞ്ഞു. തനിക്കെതിരെ ക്രൂരത കാട്ടിയ താക്കൂർമാരെ അവർ ഒരുമിച്ച് നിർത്തി. അന്ന് 22 താക്കൂർ വംശജരെയാണ് ഫൂലന്റെ സംഘം വെടിവെച്ചു കൊന്നത്. ഈ സംഭവം ഇന്ത്യൻ ചരിത്രത്തിൽ ബമ്മായി കൂട്ടക്കൊല എന്നറിയപ്പെടുന്നു. തങ്ങളെ മൃഗങ്ങളെപ്പോലെ കണ്ട ഉയർന്ന ജാതിക്കാർക്കെതിരെയുള്ള ഒരു സാധാരണ സ്ത്രീയുടെ പോരാട്ടത്തിന്റെ അത്യുച്ചകോടിയായിരുന്നു അത്. ബമ്മായി സംഭവത്തിന് ശേഷം ഇന്ത്യൻ സർക്കാർ ഫൂലനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടാൻ വൻ പോലീസ് സന്നാഹത്തെ നിയോഗിച്ചു. 2 വർഷത്തോളം പോലീസിനെ വെട്ടിച്ച് ചമ്പൽ കാടുകളിൽ അവർ ഒളിവിൽ കഴിഞ്ഞു. ഒടുവിൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളും തന്റെ കൂടെയുള്ളവരുടെ സുരക്ഷിതത്വവും മുൻനിർത്തി അവർ കീഴടങ്ങാൻ തീരുമാനിച്ചു. 1983 ഫെബ്രുവരിയിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി അർജുൻ സിംഗിന്റെ മുന്നിൽ വെച്ച് ഫൂലൻ ദേവി ആയുധം വെച്ച് കീഴടങ്ങി. എന്നാൽ ചില കടുത്ത നിബന്ധനകളോടെയാണ് അവർ കീഴടങ്ങിയത്. 1. തന്റെ സംഘത്തിലുള്ളവർക്ക് വധശിക്ഷ നൽകരുത്. 2. കുടുംബത്തിന് ഭൂമി നൽകണം. 3. ഉത്തർപ്രദേശ് പോലീസിന് തങ്ങളെ കൈമാറരുത്. കാരണം UP പോലീസ് തങ്ങളെ കൊന്നുകളയുമെന്ന് അവർ ഭയന്നു. ഗാന്ധിജിയുടെയും കാളിദേവിയുടെയും ചിത്രങ്ങൾക്ക് മുന്നിൽ തന്റെ വിഖ്യാതമായ റൈഫിൾ വെച്ച് അവർ കീഴടങ്ങുമ്പോൾ 70,000-ഓളം ജനങ്ങളാണ് ആ ദൃശ്യം കാണാൻ തടിച്ചുകൂടിയത്. തുടർന്ന് വിചാരണ കൂടാതെ 11 വർഷത്തോളമാണ് ഫൂലൻ ദേവി മധ്യപ്രദേശിലെ ജയിലിൽ കഴിഞ്ഞത്. ജയിലിൽ വെച്ചാണ് അവർ എഴുത്തും വായനയും പഠിച്ചത്. 1994 ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി മുലായം സിംഗ് യാദവ് മുൻകൈയെടുത്ത് ഫൂലനെതിരെയുള്ള കേസുകൾ പിൻവലിക്കുകയും അവർ ജയിൽ മോചിതയാവുകയും ചെയ്തു. ജയിൽ മോചനത്തിന് ശേഷം അവർ ബുദ്ധമതം സ്വീകരിച്ചു. താഴ്ന്ന ജാതിക്കാരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടാൻ അവർ രാഷ്ട്രീയ പാത തിരഞ്ഞെടുത്തു. സമാജ്വാദി പാർട്ടിയിൽ ചേർന്ന അവർ 1996 ഉത്തർപ്രദേശിലെ മിർസാപൂർ മണ്ഡലത്തിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു കാലത്ത് കാടുകളിൽ വേട്ടയാടപ്പെട്ട പെൺകുട്ടി രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ എത്തിയത് വലിയൊരു ചരിത്രമായിരുന്നു. 1999 അവർ വീണ്ടും അതേ മണ്ഡലത്തിൽ നിന്നും MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ഫൂലൻ ദേവിയുടെ രാഷ്ട്രീയ വളർച്ചയും ജനപ്രീതിയും പഴയ ശത്രുക്കളെ അസ്വസ്ഥരാക്കിയിരുന്നു. 2001 ജൂലൈ 25 ന്യൂഡൽഹിയിലെ അവരുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ വെച്ച് ഷേർ സിംഗ് റാണ എന്നയാളുടെ നേതൃത്വത്തിലുള്ള സംഘം ഫൂലൻ ദേവിയെ വെടിവെച്ചു കൊന്നു. ബമ്മായിൽ കൊല്ലപ്പെട്ട താക്കൂർമാർക്കുള്ള പ്രതികാരമായിരുന്നു ആ കൊലപാതകമെന്ന് കൊലയാളി പിന്നീട് അവകാശപ്പെട്ടു. കേവലം 37-ാം വയസ്സിൽ ആ പോരാട്ട ജീവിതത്തിന് അന്ത്യം കുറിച്ചു. ഫൂലൻ ദേവിയുടെ ജീവിതം ത്യാഗങ്ങളുടെയും സഹനങ്ങളുടെയും ഒരു വലിയ പുസ്തകമാണ്. ഒരു സ്ത്രീ എന്ന നിലയിലും ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്നുള്ള വ്യക്തി എന്ന നിലയിലും അവർ അനുഭവിച്ച ശാരീരിക മാനസിക പീഡനങ്ങൾ വിവരണാതീതമാണ്. നിയമവും വ്യവസ്ഥിതിയും തങ്ങളെ സംരക്ഷിക്കില്ലെന്ന് ഉറപ്പായപ്പോഴാണ് അവർക്ക് ആയുധമെടുക്കേണ്ടി വന്നത്. അവൾ ചെയ്ത കുറ്റങ്ങളെ നിയമപരമായി ന്യായീകരിക്കാൻ കഴിയില്ലെങ്കിലും അവരെ ആയുധമെടുക്കാൻ പ്രേരിപ്പിച്ച സാഹചര്യങ്ങളെയും അവർ നേരിട്ട ജാതീയ ക്രൂരതകളെയും കാണാതിരിക്കാൻ കഴിയില്ല. ഇന്നും ലോകമെമ്പാടുമുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾക്ക് അനീതിക്കെതിരെ ശബ്ദമുയർത്താനുള്ള വലിയൊരു പ്രചോദനമാണ് ഫൂലൻ ദേവി എന്ന നാമം.